ഹലോ. അപ്പം ഞാൻ പുറത്ത് പോയപ്പോൾ കുറച്ച് ഐറ്റംസുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. അപ്പം ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. ഗായ്സ്, ഈ പുറത്ത് പോയിട്ട് വ്ളോഗ് ചെയ്യുന്നവരെ സമ്മതിക്കണം. അവരെങ്ങനെയാണ് എടുക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കെന്തോ ഒരു പുറത്തേക്ക് ഇറങ്ങിയ ചൂടത്ത് നടന്നോടുകൂടി എൻ്റെ എല്ലാ ഇൻട്രസ്റ്റും പോയി വ്ളോഗ് ചെയ്യാനുള്ളത്. അപ്പം ചൂടാനൊന്നും സഹിക്കാൻ പറ്റില്ല. പിന്നെ ഷോപ്പുകളിൽ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടാണ് എനിക്കൊരു സാധനം കിട്ടിയത്. ആ ഒരു സാധനം എന്ന് വെച്ചാൽ എല്ലാ കടയിലും കയറി ഇറങ്ങി ലാസ്റ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ച് പിന്നെ ലാസ്റ്റ് ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ നിന്ന് കിട്ടി. അപ്പം ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് ഷോപ്പിൽ പോകുന്ന സമയത്ത് അവിടേക്ക് എന്താ ഉള്ളതെന്നൊക്കെ കാണിച്ചു തരാമെന്നല്ല പറഞ്ഞത്. എന്നെക്കൊണ്ട് നടന്നില്ല കേട്ടോ. എല്ലാം കടയിലും കയറുന്നത് ഒന്നിക്ക് വീടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. ഞാൻ അന്വേഷിച്ച് നടന്ന സാധനം എന്ന് പറയുന്നത് ഈ ഒരു ഷാമ്പു ആയിരുന്നു. ഈ ഒരു ഷാമ്പു അടിപൊളി ഷാമ്പു ആണ്. കാരണം ഇത് നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ഹെയർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. ഞാൻ കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയതാണ്. ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഷോപ്പിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ. ഭാഗ്യത്തിന് ആ ഷോപ്പിലുണ്ടായിരുന്നാ ഈ ഒരു ഐറ്റം. ഇത് ഡാൻഡ്രഫ് പോകാൻ നല്ലതാണ്. ഞാൻ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഇത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഞാൻ എൻ്റെ തലയിലുള്ള ഡാൻഡ്രഫ് ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ കൂടി ഞാൻ ഇതിനകത്തല്ല ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഓക്കെ. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ചെറിയൊരു ജിമിക്കി പോലത്തില്ലേ, അങ്ങനത്തെ ഒരെണ്ണം വന്നിട്ട് പോയാ ഇല്ല, ഇങ്ങനത്തെ കുഞ്ഞു ജിമിക്കി. എനിക്കെന്തോ ഇങ്ങനത്തതാണ് എനിക്ക് ഭംഗിയും തോന്നാറ്. സോ അതുകൊണ്ട് ഇതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. പിന്നെ വേറൊരു ഷോപ്പിൽ പോയിട്ട് വേടിച്ചിട്ടുള്ള സാധനമാണ് കണ്ടത്. ആ ഷോപ്പിൽ കയറിയിട്ട് ഞാൻ ഈ ഒരു യാർഡ്ലിയുടെ പോക്കറ്റ് പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ നെയിൽ പോളിഷ് റിമൂവറാണ്, കോട്ടൺ പാഡിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് നെയിൽ പോളിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഷോപ്പിൽ പോയിട്ട് എന്തായാലും എല്ലാ കടയിലും കയറി ഇറങ്ങിയല്ലോ, അപ്പോൾ എല്ലാ കടയിലും കയറി ഇറങ്ങിയെന്നൊക്കെ 2-3 സാധനങ്ങളായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു മാല വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഓണത്തിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ള നല്ല സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു മാലയാണിത്. നല്ലതാണ്ടോ, എനിക്കിഷ്ടമായി. കുറേ ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ നെക്ക് ഓൾറെഡി ഭയങ്കര ഹൈറ്റുള്ള നെക്കാണ്, നീണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് കൂടുതലും കഴുത്തിൽ നിറച്ചിടുന്ന എന്ന് വെച്ചാൽ തിക്കായിട്ട് കിടക്കുന്ന മാലാസ് ആയിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവാം. ഇങ്ങനത്തെ ചെയിൻസ് തന്നെ നമുക്ക് സിമ്പിളായൊരു പെൻഡൻ വരുന്ന മോഡൽസ് ഉണ്ട്. അത് ഞാൻ ഇട്ടിരുന്നു. എൻ്റെ കഴുത്തിലിട്ടിട്ട് അറിയണേ കൂടി ഇല്ല ഞാൻ. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇതേപോലെ ഇങ്ങനെ നിറഞ്ഞെടുക്കുന്ന ടൈപ്പ് മാലാസാണ് ഞാൻ ഇടാറ്. പിന്നെ റെനയുടെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു ഐലൈനർ വാങ്ങിച്ചിട്ടുണ്ട്. സോറി, ഐലൈനർ അല്ല, എന്താ ഇതിനെ പറയാം, ഐബ്രോ അല്ലല്ലോ തേങ്ങ എന്നിട്ടായിരുന്നു ഇത് പേരെന്ത്, കാജൽ. സോറി, ഈ ഒരു കാജൽ വാങ്ങിച്ചിട്ടുണ്ട് ബ്രൗൺ ഷെയ്ഡിൻ്റെ. എനിക്കെന്തോ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്താലോന്ന് വിചാരിക്കുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, അത്ര ഡാർക്ക്നെസ് സ്കിന്നിൽ വരില്ല. പിന്നെ അവിടുത്തെ കടയിൽ ഞാൻ വേറൊരു പോക്കറ്റ് പെർഫ്യൂം വാങ്ങിച്ചു, യാർഡ്ലിയുടെ. എനിക്ക് ഈ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ കാർമസിയുടെ ഈ ഒരു റേസർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വീനസിൻ്റെ ഈ ഒരു റേസർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഷോപ്പിൽ വെറുതെ കയറിയത്. അവിടെ കണ്ടപ്പോൾ കുറേ വിലക്കുറവിൽ കുറേ ഡ്രസ്സുകൾ കണ്ടു. അപ്പം ഞാൻ അതും കുറച്ച് മേടിച്ചിട്ടുണ്ട്. അതും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. എന്തായാലും എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൈസ കംപ്ലീറ്റ് പൊട്ടുന്നത് ഇതാണ്. കൊടുങ്ങല്ലൂർ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ്. ഈ ഷോപ്പ് നല്ല വിലക്കുറവുള്ള ഷോപ്പാണ്. കൊടുങ്ങല്ലൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നല്ല കോട്ട് സെറ്റ് അതേപോലെ ടോപ്പൊക്കെ നല്ല വിലക്കുറവിന് കിട്ടും. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ബ്ലാക്ക് ലെഗിൻസ് ആണ്. ഞാൻ എല്ലാ ഷോപ്പിലും കണ്ടിരുന്നപ്പോൾ ഒരു 200 മേലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല. ഇതാണെങ്കിൽ 200 ബിലോ ആണ് വരുന്നത്. നല്ലതാണ് കേട്ടോ, നല്ല സ്ട്രക്ചറബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതേപോലെ തന്നെ എൻ്റെ കറക്റ്റ് സൈസിനെ കിട്ടി. അല്ലെങ്കിൽ എനിക്കൊരു കടയിൽ പോലും കിട്ടില്ല. അവർ XXL, XXL ഒക്കെ എടുത്ത് തന്നിട്ട് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തരും. ബട്ട് നമുക്ക് യൂസ് ആവുന്നതല്ല നമുക്ക് എടുക്കാൻ പറ്റുക. സോ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോട്ട് സെറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇതിൻ്റെ ഇങ്ങനെ കെട്ടുന്നൊക്കെ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു കെട്ടുന്ന ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ ഇതൊരു കോട്ട് സെറ്റാണ് കേട്ടോ. ഇത് വേണം ഞാൻ ഇട്ടിട്ടുള്ളത് ഈ സൈഡിൽ കൊടുക്കാം. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ മേടിച്ചതാണ് ഇത്.
പക്ഷെ കാണാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല നല്ല രസമുണ്ട്. അതേപോലെ തന്നെ എനിക്കൊന്നും ചെയ്യണ്ട, കറക്റ്റ് എൻ്റെ സൈസ് വെയർ ചെയ്യാൻ വേണ്ടി ലെഗിൻസ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഇതുവരെ വാങ്ങാത്തൊരു തരം കളറാണ് മേടിച്ചിട്ടുള്ളത്, യെല്ലോ. എനിക്കെന്തോ യെല്ലോ ഇഷ്ടമാണ്. ഈ ഒരു കളർ ഞാൻ ഇവിടെ ഇട്ടിട്ട് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇരുന്നാണ് ഇതൊക്കെ കാണിക്കുന്നുണ്ട്, എനിക്ക് ശരിക്കും മനസ്സിലാവില്ല. സോ അതിട്ടുള്ള വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. ഇത്ര സാധനങ്ങളൊക്കെ ഞാൻ അവിടുന്ന് മേടിച്ചത്. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആകെ ടയേർഡായി. ഇനി 2-3 വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന്, അതിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണിക്കാം. അപ്പം അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ബാക്കി എന്താ ഉണ്ടാകുക വെച്ചാൽ അത് കാണിക്കാം കേട്ടോ. ഓക്കെ.